നമസ്കാരം. പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ ഈ ലേറ്റസ്റ്റായി ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഭൂഗർഭജല വിനിയോഗത്തിൻ്റെ സമഗ്ര വിവരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടലിൻ്റെ പേര് എന്താണ്? ഭൂഗർഭജല വിനിയോഗത്തിൻ്റെ സമഗ്ര വിവരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടലിൻ്റെ പേരെന്താണ്? ഭൂനീർ എന്നാണ്. എന്താണ്? ഭൂനീർ. ഈ ഭൂഗർഭ ജല വിനിയോഗത്തിൻ്റെ സമഗ്ര വിവരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടലാണ് ഭൂനീർ. എങ്കിൽ നിലവിലെ കേന്ദ്ര ജലശക്തി മന്ത്രിയാണ് CR പാട്ടീൽ. ആരാണ്? CR പാട്ടീൽ. ഓക്കെ അല്ലേ? അപ്പം നിലവിലെ കേന്ദ്ര ജലശക്തി മന്ത്രി ആരാണ്? CR പാട്ടീലാണ്. ഭൂനീർ എന്താണ്? ഭൂഗർഭജല വിനിയോഗത്തിന്റെ സമഗ്ര വിവരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പോർട്ടൽ. ഓക്കെ അല്ലേ? ഇനി 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ്? ഇത് ചോദിച്ചല്ലേ, ലേറ്റസ്റ്റ് ആയി PS ചോദിച്ചതാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ് ചോദിച്ചാൽ പറയണം. എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നിവയാണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധമാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ഇനി ഓൾറെഡി PS ചോദിച്ചു, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേതാണ്? അത് സൗദി അറേബ്യ ആണല്ലേ. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേതാണ്? അത് സൗദി അറേബ്യ ആണ്. ഏതാണ്? സൗദി അറേബ്യ. എങ്കിൽ ഈ അടുത്ത് നടന്ന ചോദ്യമാണ് 2023 ലോക മണ്ണ് ദിനത്തിന്റെ സന്ദേശം, പ്രമേയം എന്ന് ചോദിച്ചു അല്ലേ. മണ്ണും ജലവും ജീവന്റെ ഉറവിടം എന്നാണ് 2023 ലോക മണ്ണ് ദിന സന്ദേശം എന്നാണ് കൂട്ടുകാരെ. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2024 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? അത് ഇറ്റലിയാണ്. LGS പരീക്ഷ കഴിഞ്ഞ LGS ചോദിച്ചെന്നാണ്. 2024 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണല്ലേ. ഇറ്റലി. എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം അസമാണ്. ഇതാണ് അസം. ഇതും PS ചോദിച്ചു. ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? അത് അസമാണ്. ഏതാണ്? അസമാണ്. ഓക്കെ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതും PS ചോദിച്ചല്ലടാ, ഈ അടുത്ത് ചോദിച്ചു. എന്താണ്? ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? എംപോക്സ് അല്ലേ. എംപോക്സ്. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? അത് എംപോക്സ് ആണ്. ഇതാണ് എംപോക്സ്. ഓക്കെ അല്ലേ? ഇനി 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതെന്നറിയോ? അത് ദക്ഷിണാഫ്രിക്കയാണ്. ഏതാണ്? ദക്ഷിണാഫ്രിക്ക. 2025 നെക്സ്റ്റ് ഇയർ എന്നാണ്. 2025 G20 ഉച്ചകോടിക്ക് 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ഏതാണ് കൂട്ടുകാരെ? ദക്ഷിണാഫ്രിക്ക. എങ്കിൽ ഇന്ത്യയുടെ എത്രാമത് CAG ആയാണ് സഞ്ജയ് മൂർത്തി സ്ഥാനമേറ്റത്? നമ്മൾ പഠിക്കുമ്പോൾ ഇന്ത്യയുടെ നിലവിലെ CAG ആയി ചുമതലയേറ്റതാരാണ്? സഞ്ജയ് മൂർത്തി എന്ന് പഠിക്കും അല്ലേ. എങ്കിൽ ഇനി PS ചോദിക്കാൻ പോകുന്ന എത്തരത്തിലായിരിക്കും? ഇന്ത്യയുടെ എത്രാമത് CAG ആയാണ് സഞ്ജയ് മൂർത്തി ചുമതലയേറ്റത്? യെസ്, 15ാമത് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആരാണ്? CAG. ആരാണ്? സഞ്ജയ് മൂർത്തി അല്ലേ. എത്രാമത് CAG ആണ്? 15ാമത്. ഓക്കെ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചാർക്കാണ്? അത് ഫാസിൽ റസാഖിനാണ്. ആർക്കാണ്? ഫാസിൽ റസാഖ്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അത് ഫാസിൽ റസാഖിനാണ്. ആർക്കാണ്? ഫാസിൽ റസാഖ്. നെക്സ്റ്റ് 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി എവിടെയാണ്? ബീഹാർ ആണ് കേട്ടോ. 2025 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി എവിടെയാണ്? ബീഹാർ. എവിടെയാണ്? ബീഹാർ. 2025
ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി എവിടെയാണ് കൂട്ടുകാരെ? ബീഹാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം. ഈ അടുത്തടുത്ത ചോദ്യമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഏതാണ്? നാഗാലാൻഡ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അത് നാഗാലാൻഡ് ആണ് കൂട്ടുകാരെ. ഏതാണ്? നാഗാലാൻഡ്. നെക്സ്റ്റ്, ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? അഞ്ചാമത്. ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? യെസ്, ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? അഞ്ചാമത്തെ രാജ്യം. ഇനി മണിപ്പൂർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റതാരെന്നറിയോ? അത് ഡി കൃഷ്ണകുമാർ. ആരാണ്? ഡി കൃഷ്ണകുമാർ. മണിപ്പൂർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റതാരാണ് കൂട്ടുകാരെ? ഡി കൃഷ്ണകുമാർ. ഡി കൃഷ്ണകുമാർ. എങ്കിൽ രാജ്യത്തെ മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് നമ്മുടെ കേരളത്തിനെയാണ് കേട്ടോ. ഇതാണ് രാജ്യത്തെ മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് കേരളത്തെ ആണെങ്കിൽ മികച്ച മറൈൻ ജില്ലയായി തിരഞ്ഞെടുത്തത് എവിടെയാണ്? കൊല്ലം ജില്ല. എന്താണ്? രാജ്യത്തെ മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് കേരളം, മികച്ച മറൈൻ ജില്ലയായി തിരഞ്ഞെടുത്തത് കൊല്ലം. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ചെറിയൊരു വീഡിയോ ആണ്. എന്നാലും ഇതിൽ നമ്മൾ ചർച്ച ചെയ്ത ഇത്രയും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് PSC ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളതുമായ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്താണ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റ്സും ലൈക്സും സപ്പോർട്ടുമാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. ഓക്കെ അല്ലേ? അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.